നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. MS വേണുഗോപാലാണെന്ന് കൂടുതൽ. സാർ നമസ്കാരം. നമ്മൾ വഖഫ് ബില്ലിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ കുറേയധികം ചർച്ചകൾ ഈ ചാനൽ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും ചർച്ചകൾ ചെയ്ത് ഒടുക്കം രാജ്യസഭയിലും വഖഫ് ബില്ല് പാസ്സായി. ഇനി സാങ്കേതികമായി രാഷ്ട്രപതിയുടെ ഒരു ഒപ്പുകൂടെ കഴിഞ്ഞാൽ അത് ബില്ല് നിയമമാവുന്ന സാഹചര്യം ഉണ്ടാകും. ഷുവറായിട്ടും എന്തായാലും എതിർക്കുന്ന ആളുകൾ കോടതിയിൽ ഇതിനെ അമെൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ സൈഡിലേക്ക് മാറ്റി നിർത്തിയാലും കേരളത്തിലേക്ക് ഈ വഖഫ് ബില്ലിന് വലിയ പ്രാധാന്യമുണ്ട്. അത് മുനമ്പം ഒരു പ്രധാന ഘടകമായി നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ BJPയുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ വഖഫ് ബില്ല് അത് സംഘപരിവാറിന്റെ അജണ്ടയാണെന്നാണ് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ ബില്ല് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, എല്ലാ അജണ്ടയുടെ ഭാഗമാണ്. BJPയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് അവർക്ക് ഇത് മാത്രമല്ല, 2049 വരെ ഒരു അജണ്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത് കഴിയുമ്പോൾ ഇന്നത് കഴിയുമ്പോൾ ഇന്നത്, ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അജണ്ടകൾ അവർ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീർ പദവി എടുത്ത് കളഞ്ഞതുൾപ്പെടെ കാലാകാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ അജണ്ടകൾ അവർ കറക്റ്റായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കിയ ഈ അജണ്ടയും. പക്ഷേ ഈ അജണ്ടയുടെ പ്രത്യേകത, BJPയുടെ അജണ്ട പലപ്പോഴും ഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായി മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രതിപക്ഷം പലപ്പോഴും തോറ്റു പോകുന്നത്. അജണ്ടയുണ്ടെന്ന് വന്നിട്ട് കാര്യമില്ല. ആ അജണ്ടയെ ബ്രേക്ക് ചെയ്യാൻ പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് BJPയുടെ ഒരു വിജയമാണ്. അവർക്ക് ഇത് ജനങ്ങളിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഇത് രാജ്യത്തിന് അപകടമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അപകടമാണ്, നിങ്ങളുടെ വസ്തുവിന് അപകടമാണ്. ഇങ്ങനെയൊക്കെ ഓരോ വിഷയത്തിലും അവർക്ക് പറയാൻ കഴിയുന്നുണ്ട്. ആ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഈ പക്ഷേ ഇത് അവിടെ ഒരു വലിയ വാദം, ഇത് നമ്മൾ കുറെ നാളുകളായി, ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ താങ്കൾക്കും സംഘി പദവി ചാർത്തി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. അത് എനിക്ക് പണ്ടേ അറിയാം. ഞാൻ റെസിഡൻസ് ഡിവിഷനാണ് പ്രവർത്തിച്ചിരുന്നത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം വേണമെന്ന് കൊച്ചുനാൾ മുതൽ ഒരു 35 വർഷം ആ വാക്കുകൾ മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ മോദി ഒരു മിടുക്കനായ ഒരു പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞത് മുതൽ എന്നെ സംഘിപ്പട്ടം ചാർത്താൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അവിടെയും ഒരു അജണ്ട ഉണ്ടെന്നുള്ളത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഗോപി പുള്ളി കുത്തുന്ന അജണ്ട അവിടെയും ഉണ്ട്. ഓക്കെ സാർ, ഇതിലൊരു കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയില്ല, തീർച്ചയായും ഉണ്ട്. കാരണം ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുനമ്പം പ്രദേശത്തെ MP എന്ന് പറയുന്നത് ഹൈബി ഈഡനാണ്. ഹൈബി ഈഡൻ ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമുണ്ട്. ബിക്കോസ് ഓഫ് അവരുടെ മുന്നണിയുടെ തീരുമാനമാണ്. പക്ഷേ മുനമ്പം ജനത ഇതിന് എതിരാണ്. 1,600ഓളം കുടുംബങ്ങൾ ഇപ്പോൾ ഹൈബിക്ക് എതിരാണ്. അവർ ലോക്സഭയിൽ ഇത് ബില്ല് പാസ്സായപ്പോഴും രാജ്യസഭയിൽ ബില്ല് പാസ്സായപ്പോഴും ഇവർ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. പാസ്സാവുന്ന ഘട്ടത്തിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. ഇവർ സുരേഷ് ഗോപിക്കും ഷോണിനുമൊക്കെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഹൈബിക്ക് ഇവർ വോട്ടിലൂടെ മറുപടി കൊടുക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ KCBC ഉൾപ്പെടെയുള്ള ക്രിസ്തീയ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ കോൺഗ്രസ് ബില്ലിനെ അനുകൂലിക്കണം എന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് ചെയ്തില്ല. ബിക്കോസ് ഓഫ് അതിനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഉള്ളത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. എൻ്റെ ചോദ്യം, ഇതെങ്ങനെയാണ് കേരളത്തിന്റെ സ്പെക്ട്രത്തിൽ? ഇനി നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, 1.5 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. BJPക്ക് ഒരു വോട്ട് ഷെയർ കൂടുകയാണോ, സീറ്റുകൾ കിട്ടുകയാണോ? എന്തായിരിക്കും മാറ്റം വരിക? BJPക്ക് വോട്ട് ഷെയറും സീറ്റും കൂടാനുള്ള സാധ്യത മുനമ്പം വിഷയവും ഈ വഖഫ് ബോർഡും വഖഫ് വിഷയവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും ഒരു കിടപ്പാടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെന്റിമെന്റാണ്, എല്ലാവരുടെയും. അപ്പം അതിൽ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. നമ്മുടെ മക്കളെ പോലെ, നമ്മുടെ കുടുംബത്തെ പോലെ, നമ്മുടെ വീട് പോലെ ഒരു പ്രധാനപ്പെട്ടതാണ് വീടിരിക്കുന്ന തറയും. അപ്പം ആ തറയിലാണ് ഇപ്പോൾ തൊട്ട് കളിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഗ്രാവിറ്റി എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ CPMകാർക്കും അത് ആന്തരികമായി ഉണ്ടാക്കുന്ന വൈകാരികത എത്രത്തോളമാണ്. അത് അങ്ങനെ വൈകാരികമായി വന്നാൽ വോട്ട് എങ്ങനെ നമ്മളിൽ നിന്ന് തെറിച്ചു പോകാമെന്നുള്ളതും ഇവർ കണക്കൂട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് ഇതിനെ അവർ കൈകാര്യം ചെയ്യില്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ BJP അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മുനമ്പത്ത് മാത്രമല്ല, മുനമ്പത്തില്ലാത്തവരുടെയും ഒരു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലെയും ഹിന്ദു വിഭാഗത്തിലെയും ആൾക്കാരുടെ ഒരു മനസ്സ് പിടിച്ചടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടാക്കി മാറ്റണമെങ്കിൽ ഇനിയും ഒരുപാട് വർക്ക് വേണ്ടതാണ്. പക്ഷെ ഒരു താല്പര്യം, ഈ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു എൻ ബ്ലോക്കായി സാമുദായിക വോട്ടുകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര സെക്യുലറിസം പറഞ്ഞാലും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഈ കോൺഗ്രസിന് വരാൻ പോകുന്ന വലിയൊരു വീഴ്ച, അത് മുഖ്യ പ്രതിപക്ഷമാണ്. കോൺഗ്രസിന് അല്ലാതെ ഇനി ഒരു പ്രതിപക്ഷം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ടാകാനുള്ള സാധ്യതകൾ തുലവും കുറവാണ്.
ആ ഒരു പ്ലേസിലേക്ക് BJP എത്തുമെന്നാണ് പറയുന്നത്. കേരളത്തിലോ? കേരളത്തിൽ BJPക്ക് അങ്ങനെ ഒരു സ്ഥാനം എടുക്കാൻ പാടാണ്. BJPയുടെ ഗ്രോത്ത് പിന്നെ ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് വരണമെങ്കിൽ ഇനിയും ഒരു 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെങ്കിലും കഴിയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ അവർക്ക് ഒരു 30ഓളം സീറ്റുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ബാക്കി കോഴിക്കോടും പാലക്കാടും ഒക്കെ ഓരോന്ന് 2 സീറ്റും ഒക്കെ പറയാം, കാസർഗോഡൊക്കെ പറയാമെങ്കിലും തൃശ്ശൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്കുള്ള മേൽക്കോയ്മ കൊണ്ട് ഒരു 30ഓളം സീറ്റുകളിൽ അവർക്ക് നല്ല ഒന്നാന്തരം ത്രികോണ മത്സരത്തിന് കാഴ്ചവെക്കാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞ് 30 സീറ്റും കിട്ടുമെന്നല്ല, പക്ഷേ അതിലൊരു 10 സീറ്റ് വരെ വേണമെങ്കിൽ ശ്രീധരനെ പോലുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടെത്തി നിർത്തുകയാണെങ്കിൽ അവർക്ക് ഒരു 10ഓളം സീറ്റുകളിൽ ഉജ്ജ്വലമായ മത്സരമോ വിജയമോ കണ്ടെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ സാധ്യത അവർ ഉപയോഗിച്ചാൽ 10 സീറ്റ് കിട്ടിയാൽ തന്നെ വലിയൊരു മാറ്റമാണ്. 140-ൽ 130 സീറ്റിൽ 65 വീതമോ അല്ലെങ്കിൽ 67, 68 അങ്ങനെയൊക്കെ 2 സൈഡിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ 10 വോട്ടുകൾ വളരെ നിർണായകമാവും. പുറത്തു നിന്നോ അകത്തു നിന്നോ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം വരും. അതിപ്പോൾ തന്നെ വരും. അങ്ങനെ ആ 10 സീറ്റുകളിലെങ്കിലും ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. കേരളത്തിൽ അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ ഭരണം കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ അൺഅഡ്രസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഏരിയയാണ് CPM എന്ന് പറയുന്നത്. കാരണം CPM-ന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ വഖഫിനെതിരെ പ്രമേയം നിയമസഭയിൽ പാസ്സാക്കുന്നു. അതൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ പോലെ അറബിക്കടലിലേക്ക് പോയി. പക്ഷേ മാത്രമല്ല, ആകെയുള്ള ഒരു MP കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അവിടെ ചെന്നിട്ട്, പാർലമെന്റിൽ ചെന്നിട്ട് ഇതിനെതിരെ സംസാരിക്കുകയാണ്. ഇപ്പം നടക്കുന്ന ഈ കോൺട്രവേഴ്സിയിൽ കോൺഗ്രസിനുണ്ടാവുന്ന ബാക്ക്ലാഷ് മാത്രമാണ് ചർച്ചയാവുന്നത്. എന്തുകൊണ്ടാണ് CPM-ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നാണോ, അതോ അത് ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ കണക്കാക്കിയിരിക്കുന്നത് ദേശീയ തലത്തിൽ അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇവിടെ കിടന്ന് ഇവർ കളിക്കുന്നതല്ല, ദേശീയ തലത്തിൽ ഇവർ എന്ത് ചെയ്യാൻ എന്നുള്ളൊരു ചിന്താഗതി പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാകുകയും അസംബ്ലി ഇലക്ഷനിൽ തിരിച്ച് CPM-ന് നേട്ടം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. ജനങ്ങൾ കണ്ടിരിക്കുന്നത് CPM കേന്ദ്രത്തിലൊന്നുമല്ല. അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തള്ളുകയാണ്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിനെ വൻ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് അയച്ചിരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ക്രിസ്ത്യാനിക്ക് വേണ്ടി, മുസ്ലിമിന് വേണ്ടിയൊക്കെ പറയാൻ കൂടെയാണ്. അതവർ പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി വായിൽ ടേപ്പൊട്ടിച്ച് നിന്നു, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവിടുന്ന് അമേരിക്കക്ക് പറന്നു. അതൊരു പൊളിറ്റിക്കൽ തന്ത്രമായിരുന്നോ? ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിന് മുകളിൽ വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ്, നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് ഈദ് മുബാറക് ഒക്കെ നേർന്ന് മിണ്ടാതെ വന്ന് ഞങ്ങളെ ഇങ്ങനെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അപ്പം 42% വോട്ട് ഷെയർ മുസ്ലിങ്ങളുടെയാണ് ഈ വയനാട്ടിലുള്ളതെന്നും, അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അടുത്ത തവണ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വോട്ട് തരുമെന്ന് വിചാരിക്കുന്നത് ഭോഷ്കാണ് എന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാതിരുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതും ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണെന്ന് പറയേണ്ടി വരുമോ? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ തന്ത്രമാണ്. അതായത് ഗുജറാത്തിലെ കോൺഗ്രസിൽ BJP-കാരുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് പറഞ്ഞത്? BJP-കാരുണ്ടെന്നല്ല, ഹിന്ദുത്വ ചിന്താഗതിയുള്ളവർ കോൺഗ്രസിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. അത് അദ്ദേഹം കുറച്ചുകൂടെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ വെറുപ്പ് കോൺഗ്രസ്സുകാരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. BJP-കാരുണ്ടെന്ന്. BJP-കാരല്ല, ഹിന്ദുത്വ ചിന്താഗതിയുള്ള നിരവധി പേർ കോൺഗ്രസിനകത്തുണ്ട്. അവര് ശ്വാസം മുട്ടുകയാണ്. ഓരോ തവണയും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ യഥാർത്ഥ മുസ്ലിം ലീഗിൻ്റെ രീതിയാണെന്ന് നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായൊരു ഇതുണ്ട്. അതായത് ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ദേശീയ ഭാരവാഹിയും കൂടെയാണ്. അപ്പോൾ അവിടുത്തെ പല ഫെഡറേഷനുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ ചിന്താഗതി സെക്കുലറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കുള്ള ഒരു വാക്യം മാത്രമായി മാറിയിരിക്കുന്നു. ഹിന്ദുക്കൾക്ക് അതിൽ ബാധകമല്ല എന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പാർട്ടിക്കാരുടെയിൽ നമ്മളിനി അങ്ങനെ മുസ്ലിം മുദ്രാവാക്യം മാത്രം ഉയർത്തിക്കൊണ്ട് പോയാൽ നമുക്ക് വളരെ പുറകോട്ട് പോകേണ്ടി വരും. BJP എതിർക്കണമെങ്കിൽ ഹിന്ദുവിൻ്റെ ഒരു % വോട്ടും കൂടെ നമ്മുടെ കൂടെ വേണം. അത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും എന്നുള്ളതിൻ്റെ ഒരു കാരണം കൂടി ആയിരിക്കണം ഈ മൗനം. പക്ഷെ ആ മൗനം ബാക്ക്ലാഷ് വന്നപ്പോൾ ഇന്നലെ സോണിയയും ഖാർഗെയും ഒക്കെ കുറച്ച് ശബ്ദിച്ചു. പക്ഷെ അത്
വെറും മുറവിളി മാത്രമായിരുന്നു എന്ന് പല മുസ്ലിം നേതാക്കളും പിന്നെ അടക്കം പറയുന്നുമുണ്ട്. ഇതൊക്കെ പ്രകടനമാണ്, പ്രഹസനമാണ്, ഇതൊന്നും ഞങ്ങളടുത്ത് വിലപ്പോവില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ ന്യൂനപക്ഷത്തിനെ, മുസ്ലിങ്ങളെ മാത്രം ന്യൂനപക്ഷമായി കൺസിഡർ ചെയ്യുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു ഇക്വേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ക്രിസ്ത്യ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ന്യൂനപക്ഷ വിഭാഗത്തിലാണ്. പക്ഷെ അവരെ കൺസിഡർ ചെയ്യുന്നില്ല കോൺഗ്രസ് എന്നുള്ളത് ഇവിടെ വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് മധ്യവർഗ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണല്ലോ ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ലെ അതാണ്. അപ്പൊ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു സ്റ്റേജിലേക്കാണ് BJP വരുന്നത്. പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജിന് മുദ്രാവാക്യം വിളിക്കുന്നു, സുരേഷ് ഗോപിക്ക് മുദ്രാവാക്യം വിളിക്കുന്നു. പാർലമെന്റിൽ സുരേഷ് ഗോപി, നമ്മളുടെ സുരേഷ് ഗോപിയെ കളിയാക്കിയാലും കമന്റ് ബോക്സുകളെല്ലാം സുരേഷ് ഗോപി എത്ര മനോഹരമായാണ്, ശക്തമായാണ് അദ്ദേഹം സംസാരിച്ചതെന്നുള്ള കമന്റുകൾ വരുന്നു. ഇതൊക്കെ മലയാളി നാമങ്ങളിലുള്ള ആളുകൾ തന്നെയാണ് കമന്റ് പറയുന്നതും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും. അപ്പം എന്റെ ചോദ്യം, ഈ ഒരു പുതിയ കുറച്ച് അധികം ആളുകൾ, അതായത് എപ്പോഴും ഒരു പാർട്ടിയെ സംബന്ധിച്ച് കുറച്ച് ക്രൗഡ് പുള്ളേഴ്സ് ആവശ്യമുണ്ട്, കുറച്ച് എന്താ പറയുക താരങ്ങൾ എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പം അടുത്ത ഒരു ഇറ ഓഫ് BJP ഇൻ കേരള, ദാറ്റ് മീൻസ് രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലെത്തുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത്തരത്തിലൊരു മാറ്റം BJP പ്രതീക്ഷിക്കാമോ? കാര്യം മുൻപേ ഉണ്ടായിരുന്ന നേതൃത്വ നിരയൊന്നും അത്ര രീതിയിലൊരു വിശ്വാസം എടുക്കാൻ പാകത്തിലുള്ളായിരുന്നില്ല. അപ്പോൾ വഖഫ് ബില്ലിനകത്ത് നിയമം പാസ്സാകുന്നു, അതിൽ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലേക്ക് വരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കുറേ അധികം നേതാക്കൾക്ക് ജനപ്രീതി ഉണ്ടാകുന്നു, ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ചർച്ചകളിലേക്ക് ഭാഗമാകുന്നു. അങ്ങനെ ഒരു നേതൃത്വ നിര മാറ്റം അത് ഉണ്ടാകുമോ, അല്ലെങ്കിൽ വിശ്വാസ്യത എടുക്കാൻ BJPക്ക് സാധിക്കുമോ? BJP അവിടെയും ഒരു കേരള അജണ്ട ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരള അജണ്ട ഒരു സ്ലോലി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ BJPക്കാർക്ക് പറ്റിയിരുന്ന കുഴപ്പം നരേന്ദ്രമോദിയുടെ പടം കാണിച്ചും വാജ്പേയിയുടെ പടം കാണിച്ചുമൊക്കെയാണ്, അല്ലെങ്കിൽ അദ്വാനിയുടെ പടം കാണിച്ചുമൊക്കെയാണ് കേരളത്തിൽ വോട്ട് പിടിക്കാൻ നോക്കിയത്. പക്ഷെ അത് വിൽക്കില്ല എന്നുള്ളത് ദേശീയ നേതൃത്വത്തിന് നല്ലപോലെ അറിയായിരുന്നു. ഇപ്പോൾ കേരള നേതൃത്വത്തിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലൊരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരിക, ഹിന്ദുക്കൾ ഒരു വിഭാഗത്തിന് താല്പര്യം വരുന്നത്. അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി അവിടെ നിന്ന് വളർത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ ഷോൺ ജോർജിനെ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സിനിമയിൽ കണ്ടിട്ടില്ലേ, നായകൻ, ഉപനായകൻ, ഇങ്ങനെയൊക്കെയുള്ള 5-6 കഥാപാത്രങ്ങൾ പ്രധാനമായിട്ട് വേണം. ഇത് രാഷ്ട്രീയത്തിലും പ്രധാനമാണ്. അപ്പോൾ ഹിന്ദുവിൻ്റെ നേതാവായിട്ട് 2-3 പേര്, അനിൽ ആന്റണി, അനൂപ് ആന്റണി പോലെ, ഷോൺ ജോർജ് പോലുള്ളവർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒക്കെ ഒരു ഇക്വേഷൻ ഉണ്ടായിക്കൊണ്ടുവരികയാണ്. കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ വിമോചന സമരം എങ്ങനെയാണ് ഉണ്ടായത്? നായരും ക്രിസ്ത്യാനിയും കൂടെ ചേർന്നപ്പോഴാണ് വിമോചന സമരം ഉണ്ടായത്. മാർക്സിസ്റ്റ് പാർട്ടിയെ അടപടലം താഴെയിട്ടത് അതാണ്. വൻ ഭൂരിപക്ഷത്തിൽ വന്ന ഒരു സർക്കാരിനെ നിസ്സാരമായി തള്ളിയിട്ട് കളഞ്ഞു. അന്ന് ഈ NSSന്റെയും മെത്രാന്മാരുടെയും ഒരു സഖ്യം. ഇതിപ്പോഴും കേരളത്തിൽ വർക്കൗട്ട് ആകും. ഇത് BJPക്ക് നല്ലപോലെ അറിയാം. ഈ വർക്കൗട്ട് അതിന് കുറച്ച് സമയം വേണം. പ്രത്യേകിച്ച് പണ്ടത്തെ കൂട്ടത്ര ഈസി അല്ല. ഈ CPMകാർ ഇത് വളരെ ജാഗരൂകരാണ്. അവർക്ക് ഇനി ഒരു വിമോചന സമരം എന്നും പേടിയാണ്. ഈ ഇരട്ടടി കിട്ടിയ പോലെ അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. 10-60 വർഷം കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ നിന്ന് ആ പെടലിക്ക് കിട്ടിയ അടി ഇപ്പോഴും മറന്നിട്ടില്ല. അപ്പോൾ അവർ വിമോചന സമരം പോലൊരു ഐക്യം ഉണ്ടാകാതിരിക്കാൻ അവർ ആവുന്നത് ശ്രമിക്കും. അതിനാണ് ജബൽപൂരിൽ ഇന്നലെ അടി നടന്നില്ലേ, അവിടെ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തെ ഇതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ എല്ലായിടത്തും നടക്കും. മുസ്ലിമിനെ അടിച്ചെന്നിരിക്കും, ഹിന്ദുവിനെ അടിച്ചെന്നിരിക്കും, ക്രിസ്ത്യാനിയെ അടിച്ചെന്നിരിക്കും, സിഖുകാരനെ അടിച്ചെന്നിരിക്കും. ഇതിങ്ങനെ നാട്ടിലിങ്ങനെ പലതും നടക്കും. അതിൽ ഒരു വിഷയത്തിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പം ഇവിടെ ഒരു അന്തർധാര വളർന്നു വരുന്നുണ്ട്. അതായത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നു. ഇതിലിപ്പോ പണ്ടത്തെക്കാൾ വിമോചന സമരത്തിന് പിന്നെ ഈഴവരില്ലായിരുന്നു. സ്വാഭാവിക സാമുദായിക ധ്രുവീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണോ പറയുന്നത്? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഹിന്ദുവിൽ പണ്ട് നായരും ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഇപ്പൊ വേറൊരുതുണ്ട്, ഈഴവനും കൂടെ അതിനകത്തോട്ട് വന്നിരിക്കുകയാണ്. അത് വലിയൊരു അപകടകരമായ ഒരു മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് അപകടകരമായ ഒരു ലെവലാണത്. ഇത് വർക്കൗട്ട് ആകാൻ പക്ഷേ എളുപ്പമല്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് ഭയങ്കരമായിട്ട് എതിർക്കും, തീർച്ചയായിട്ടും കോൺഗ്രസ് എതിർക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കാര്യമില്ല. കാരണം ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞിട്ടേ BJP ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുവരും. അപ്പം അതുകൊണ്ട് അത് എങ്ങനെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടെയും ഷോൺ ജോർജിൻ്റെയും അനൂപ് ആന്റണിയുടെയും ഒക്കെ ഇനി വരുന്ന നീക്കം, അനിൽ ആന്റണിയുടെയൊക്കെ അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചന്ദ്രശേഖർ നയിക്കാൻ പോകുന്ന ആ നീക്കം അതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ CPM ഒന്നുകൂടി അധികാരത്തിൽ വരും, കോൺഗ്രസിന് പിന്നോട്ടേക്ക് പോകേണ്ടി വരികയും
അവർ ജയിക്കും, പ്രതിപക്ഷമാകും, പക്ഷേ BJPക്ക് സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ്. അതെ, BJPക്ക് കുറച്ച് സീറ്റുകൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അത് എങ്ങനെയൊക്കെ തടഞ്ഞാലും BJP ഇത്തവണ കുറച്ച് സീറ്റുകൾ. അപ്പോൾ വഖഫിന് ശേഷവും മുൻപും എന്ന് രണ്ടായി എഴുതേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും വഖഫിന് ശേഷം കാര്യം ഈ ആളുകൾ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത് സാർ, അതായത് ഇപ്പൊ സാധാരണക്കാരിയായ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ അവരോ ഇവരൊക്കെ വിലയിരുത്തുന്നത് ഇതിൽ ഈ കിടപ്പാടം പോകുന്നവരോട് ആൾ നിന്നു എന്നുള്ളതാണ്. ഇപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം അതിൽ എന്തെങ്കിലും തരത്തിൽ കമ്മിറ്റിയിൽ ആര് വേണമെന്നോ അങ്ങനെയുള്ള സാങ്കേതിക വിഷയങ്ങളൊന്നും അവർക്ക് ഒരു നിർബന്ധവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും പ്രശ്നമല്ല. നമ്മൾ ഈ കേരളയിലെ സമരത്തിന്റെ കാരണം എന്താണ്? കേരളയിലെ സമരം എൻ്റെ വീടിന്റെ നെഞ്ചി കൂടെയാണ്, എൻ്റെ പറമ്പിലെ എൻ്റെ നെഞ്ചി കൂടെയാണ് ഈ റെയിൽ പോകുന്നതെന്നുള്ളതാണ്. അപ്പൊ അവിടെ എതിർക്കാൻ സ്ത്രീകളും കുട്ടികളും എല്ലാം അങ്ങോട്ട് രംഗത്ത് വരികയാണ്. ഇതേ പ്രശ്നമാണ് വഖഫിനും ഉള്ളത്. ഇത് മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അവർക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാനും പറ്റില്ല. ഈ വഖഫ് പൂർണ്ണമായിട്ട് കളയാനും അവർക്ക് പറ്റില്ല. ഇപ്പൊ അവർക്ക് ആകെ നിൽക്കുന്ന ഒരു സോഴ്സ് ഇതാണ്. പക്ഷെ അവർ പറഞ്ഞു പടച്ചു വിടുന്ന കഥകളെല്ലാം തന്നെ അത് മുസ്ലിങ്ങളുടെ വ്യക്തി നിയമത്തിലേക്കുള്ള കടന്നുകയറ്റം എന്ന രീതിയിലൊക്കെയാണ്. അല്ല, അത് ഏക്കില്ല. കാരണം ഈ മറ്റേ പ്രശ്നം കിടക്കുന്ന അതില്ലായിരുന്നു കയറ്റാണ്. അപ്പൊ ഇവരുടെ വ്യക്തി നിയമം ബാധകമല്ലേ എന്നാണ് തിരിച്ചിവർ ചോദിക്കുന്നത്. ഏറ്റവും വലിയ വ്യക്തി നിയമം എന്താ? എൻ്റെ കിടപ്പാടമല്ലേ എനിക്ക് തല ചായ്ക്കാൻ. 24 മണിക്കൂർ 12 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്കൊന്ന് തല ചായ്ക്കണം. അതിനൊരു ഇടം അവിടെ കയറി കളിച്ചാൽ ആരും പൊറുക്കില്ല. അത് മുസ്ലിം ലീഗിന് അബദ്ധം പറ്റിയതാണ്. ഇനിയെങ്കിലും അവരത് മനസ്സിലാക്കി വേറെന്തെങ്കിലും മുദ്രാവാക്യത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും. കാരണം അവർക്ക് മാത്രമല്ലല്ലോ ഭൂമി വേണ്ടത്. അവർക്കിങ്ങനെ അനധികൃതമായിട്ട് ഭൂമി പിടിക്കണം എന്നുള്ളത് പോലെ തന്നെ അധികൃതമായി എൻ്റെ അവകാശത്തിൽപ്പെട്ട ഭൂമി എനിക്ക് പിടിച്ചു നിർത്തണം എന്നുള്ളൊരു ആഗ്രഹവും കൂടെ കിടക്കുകയാണ്. അപ്പോൾ ഏതിന് മുൻതൂക്കം വരും എന്നുള്ളത് സാമൂഹ്യ ബോധമുള്ള മുസ്ലിങ്ങൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് സാർ പറഞ്ഞത്. കേരളത്തിൽ എന്തായാലും കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ വഖഫ് ബില്ല് നിയമം പാസ്സാവുന്നതുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അത് മുനമ്പത്ത് നിന്നാണ് ആരംഭിച്ചത്. അത് ഹൈബി ഈഡന് വോട്ടായി മറുപടി ഞങ്ങൾ കൊടുത്തോളാം എന്ന് മുനമ്പം പറയുന്നിടത്ത് വോട്ട് രാഷ്ട്രീയം അവിടെ വ്യക്തമാവുന്നുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തായാലും, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ വ്യാപകമായി ഉണ്ടാവുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏറ്റവും വലിയ അർത്ഥത്തിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവുകയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രം നിലനിൽക്കുന്നതുകൊണ്ട് വരുന്ന ഇലക്ഷനിൽ അവർ ജയിക്കുമായിരിക്കാം. പക്ഷേ ഇനി വരുന്ന സമയങ്ങളിലും അവർക്ക് വലിയ രീതിയിലുള്ള പിന്നോട്ടുപോക്കുണ്ടാകും. സാമുദായിക ധ്രുവീകരണത്തിന് ആര് വിചാരിച്ചാലും അതിന് ഇത്തരത്തിലുള്ള ചില മറുവശങ്ങളും ഫലങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. BJP എന്തായാലും മുഖം മിനുക്കി അവർ കേരളത്തിന് പറ്റുന്ന ഭൂമികയിലുള്ള രാഷ്ട്രീയവുമായി എത്തും. എന്തായാലും ഒരുപാട് നന്ദി സാർ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്.